സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയില്ല. കാരണം അറിയില്ല, എനിക്കിത് കേട്ടിട്ട് എന്താണ് പിന്നെയാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇതൊക്കെയാണോ സംഭവം. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്കൊക്കെ കൊടുക്കാം. കേസ് കേട്ടൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇരിക്കാം. ആദ്യ ദിവസം 2 ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു. ഉപ്പും മുളകും ബാലുച്ചേട്ടൻ. ഉപ്പും മുളകും എന്ന് പറഞ്ഞ പരിപാടിയും ബാലുച്ചേട്ടനെയും അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ഞാനൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു വീട്ടിലെ ഒരു പരിപാടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ ചെല്ലുന്നു, വീട്ടിലെ തമാശകൾ, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയലായിരുന്നു ഈ ഒരു ഉപ്പുമുളക് എന്ന് പറയുന്നത്. കാരണം അത്രയും രസമായിരുന്നു. ഞാനൊക്കെ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് പഴയ ആ ഒരു വൈബ് ആ ഒരു സീരിയലിനകത്ത് ഉള്ളതായിട്ട് തോന്നാറില്ല. അതിനുള്ള കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു സീരിയൽ സെറ്റിൽ ഉടലെടുത്തു തുടങ്ങി. അതിലെ ആദ്യത്തേത് എൻ്റെ ഒരു അറിവിൽ ഈ ഉപ്പുമുളകും ബാലുച്ചേട്ടന്റെ, ബാലു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മേളിൽ വന്ന കുറച്ച് ആരോപണങ്ങൾ, അവരതിനകത്തുനിന്ന് പോകുന്നു, അതിലാണ് തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷം പല പ്രശ്നങ്ങൾ, നമ്മുടെ മുടിയനൊക്കെ പോകുന്നു, അവർ തമ്മിൽ എന്തൊക്കെയോ അതിനകത്ത് പ്രശ്നം. അത് കഴിഞ്ഞിപ്പോ ലാസ്റ്റ് ഈ പ്രശ്നങ്ങൾ എത്തി നിൽക്കുന്നത് അതിനകത്തെ മെയിൻ 2 ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വ്യക്തികളിലാണ്. അത് നമുക്ക് ആ ലേഡിയുടെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ തെറ്റ് ചെയ്തു എന്ന ആരോപണം വന്ന ബാലുച്ചേട്ടന്റെ പേര് ഇവിടെ എല്ലായിടത്തും പറയാം. അത് അങ്ങനെയാണല്ലോ, പുരുഷന്റെ പേര് പറയാം, സ്ത്രീയുടെ പേര് പറയരുത്. നമ്മുടെ നിയമത്തിൽ അങ്ങനെയാണ്, വലിയ നിയമമാണല്ലോ, നല്ല നിയമമാണല്ലോ. അപ്പൊ എന്താണെങ്കിലും ഞാൻ കളിയാക്കിയതല്ല, ആ നിയമം ചില രീതിയിലൊക്കെ നല്ലതാണ്, പക്ഷെ ചില കേസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലൊക്കെ നോക്കൂ, ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനം, അതുപോലെ തന്നെ കുട്ടുമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന കുട്ടുമാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാർ, ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് ഒരു ലൈംഗിക പീഡന പരാമർശം, അതുപോലെ തന്നെ അവരെന്തോ വീഡിയോ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിനകത്തെ ഒരു ലേഡി കൊണ്ട് കേസ് കൊടുക്കുന്നു. അതിന്റെ പേരിൽ ഇപ്പൊ അവരാരും ആ ഒരു സീരിയലിലില്ല. അപ്പോ ആ സീരിയൽ ഇല്ലാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ആ കേസ് കൊടുത്തത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. മലയാളികൾക്ക് അത്ര പൊട്ടന്മാരല്ല നമ്മൾ. അപ്പൊ എന്താണെങ്കിലും ആ വ്യക്തി കേസ് കൊടുക്കുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ഇവർ രണ്ടുപേരും, ഈ ബിജു സോപാനും ശ്രീകുമാറും ഒന്നും ഇപ്പൊ ആ സീരിയലിൽ അഭിനയിക്കുന്നില്ല. പക്ഷെ എന്നാലും സീരിയലിൽ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. അവരില്ലാത്തതിന്റെ ആ ഒരു കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിട്ട് തന്നെ ഉണ്ട്, പക്ഷെ എന്നാലും വലിയ ബോറൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പീഡന പരാമർശം വരുന്നു, കുറച്ചായിട്ട് അവർ മാറി നിൽക്കുന്നു. ഇന്നലെ ബിജു സോപാനം 1-2 ചാനൽസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാലം അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശ്രീകുമാറിന്റെ ഭാര്യയും ഇതിനു മുമ്പ് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബാലുച്ചേട്ടൻ, അദ്ദേഹം എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്നുള്ളൊരു സാധനമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം വാ തുറന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. കാരണം കേസാണ്, അതിന്റെ പുറത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്ക്, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് വക്കീല് പറയും, ഇനി നീ പറഞ്ഞോളൂ, ആളുടെ പേര് പറയരുത്, എന്നാലും കുറച്ച് കാര്യങ്ങൾ, നിന്റെ നിരപരാധിത്വം കോടതി വഴി തെളിയും, അപ്പത്തേക്ക് നിന്റെ ആളുകളോട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് നിനക്ക് കുഴപ്പമില്ലാതെ സംസാരിക്കാം, നീ ചെറുതായിട്ട് കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോ ഒരു ഓൺലൈൻ ചാനൽ, 2 ചാനൽസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്കൊന്ന് വിലയിരുത്താം ഇതിൽ ആരുടെ ഭാഗത്താണ്. കേസ് കൊടുത്ത ആൾ, ആ ലേഡി, അവര് കൊടുത്ത കേസിൽ എന്തെങ്കിലും ഒരു വാലിഡിറ്റി ഉണ്ടോ, അവർ കൊടുത്തതിനകത്ത് എന്തെങ്കിലും ഒരു പൊരുളുണ്ടോ എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെൻ്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി, അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം. ഡിലീറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പോൾ അത് വരട്ടെ. അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പോൾ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ആരും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ, അറിയാമല്ലോ എൻ്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് അറിയാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും, കുറച്ച് കാലത്തേക്കെങ്കിലും.
അവർക്ക് തന്നെ അറിയാം, എല്ലാ കാലത്തേക്കും പെട്ടില്ല, കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം. സത്യമല്ലേ? ഇങ്ങനെ ഒരു കേസ്, ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ ഒരാളെ മനഃപൂർവ്വം അയാളുടെ ആ ഒരു കരിയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കേസാണിത്. അതായത് പീഡനം മാത്രമല്ല, ലൈംഗികമായി പീഡിപ്പിച്ചു, അത് കൂടാതെ വീഡിയോ എടുത്തു. അപ്പൊ ബാലുചേട്ടൻ അതിനകത്ത് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, വളരെ ധൈര്യപൂർവ്വമാണ് പുള്ളി അത് പറയുന്നത്. വീഡിയോ എടുത്തു എന്ന് പറയുന്നുണ്ട്. എന്റെ ഫോണൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തെളിയട്ടെ, അതിനകത്ത് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡിലീറ്റ് ചെയ്താൽ കളഞ്ഞാൽ പോലും കണ്ടുപിടിക്കാം. ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഫോണിൽ എന്തൊരു സാധനം എടുത്താലും അത് ഡിലീറ്റഡ് ആണെങ്കിലും എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അത് കണ്ടുപിടിക്കാം. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ പുള്ളിക്ക് വളരെ ധൈര്യത്തോടു കൂടിയാണ് പുള്ളി അത് പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ പുള്ളി കള്ളം പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. എനിക്കത് പുള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വളരെ ധൈര്യത്തോടു കൂടി പുള്ളി മുന്നോട്ട്. ഇല്ലെങ്കിൽ വേറൊരു ഇതിനകത്തൊരു ചാൻസ് എന്താന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഒരു സംശയം വരും. അതുകൊണ്ട് ഞാൻ അതും കൂടെ പറയണമല്ലോ. അതായത് ചിലപ്പം ഇദ്ദേഹം ഇപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത ഫോൺ ആയിരിക്കില്ല കൊടുത്തത് എന്നുള്ളൊരു സംശയം കുറെ പേർക്ക് വരും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കേസ് അവിടെ തീർന്നില്ലേ? അത് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അത് നോക്കി കഴിയുമ്പോഴത്തേക്ക് പുള്ളി വീഡിയോ എടുത്തിട്ടില്ല, കേസ് തോറ്റുപോയി. ഇങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി കൂടെ അതിന്റെ പുറകിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ പോലീസുകാർ അത്രയ്ക്കും മണ്ടന്മാരൊന്നും ആയിരിക്കത്തില്ലല്ലോ. പിന്നെ ഇവരുടെ കയ്യിലുള്ള ഫോണുകളെല്ലാം, ഇനി വേറെ എന്തെങ്കിലും ഫോണുകൾ ഉണ്ടായിരുന്നോ, എല്ലാം പോലീസുകാർക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. അത് അന്വേഷിച്ചിട്ട് ഫോണുകൾ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഈ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ അവിടെ പൊളിഞ്ഞു, ആ ഒരു കേസ് അപ്പോഴേ പൊളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയും അയാളും നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ കള്ളക്കേസ് കൊടുത്ത ആൾക്ക് എന്ത് ശിക്ഷ ഇവിടെ കിട്ടും? അവർക്കും ഒരു ശിക്ഷ കിട്ടണമല്ലോ. ഇപ്പൊ ബാലുചേട്ടൻ എന്താണെങ്കിലും ഒരു എന്താണ് മാനനഷ്ട കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കംപ്ലൈന്റ് കൊടുത്തവരുടെ ഒന്നും പൊടി പോലും ഇന്നില്ല. അതുകൂടെ ആലോചിക്കണം. അവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു, ഇവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു, മറ്റോടത്തിട്ട് പീഡിപ്പിച്ചു, ഓരോ ദിവസം ഓരോ ആളുകളുടെ പേര്, ഇതൊക്കെ നമ്മൾ കേട്ടതാ. ആണുങ്ങളെ നാണം കെടുത്തുക, അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയണം, അവന്മാർക്ക് നല്ല പണിയും കിട്ടണം എന്ന് വെച്ച് ചില സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ്. നമുക്ക് ബാക്കി ഇനി കാണാം. അടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ മറവിളി കൂട്ടി വിളിച്ച് പറയാം, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പ്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ പുള്ളി പറയുന്നത്. പുള്ളി നേരത്തെ ആണെങ്കിലും പുള്ളി വന്നിരുന്നിരുന്ന് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പരാതി കൊടുത്ത ഇതുവരെയായിട്ടും ആ സീരിയലിലേക്ക് വരാത്ത ആ ഒരു സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം, പേര് പറയുന്നില്ല. അവരുടെ ഭാഗത്തും അല്ലെങ്കിൽ അവരെ കേൾക്കാനും ഇവിടെ നമ്മളെല്ലാം നിൽക്കും. അത് മാത്രമല്ല, അവരെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ അവരങ്ങനെ കള്ളം പറയുമോ എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും ആലോചിക്കും. ഇപ്പോഴും എന്റെ മനസ്സിലോടുന്നത് ആ സ്ത്രീ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സാധനം എവിടെയോ ഒരു കോണിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ എങ്കിലും ഈ ഇദ്ദേഹം വന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇയാളെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. അയാൾ പറയുന്നത് നമുക്ക് ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളത് കേട്ടു നോക്കൂ. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ ജെനുവിനിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി നമുക്ക് കാണാം. പക്ഷെ വിശ്വസിക്കും എപ്പോഴെന്നറിയാമോ? ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും, ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും. 2 പേർക്കെതിരെയാണ് അല്ലേ? 2 പേർക്ക് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, ശ്രീകുമാറും ഉണ്ട്. അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കില്ല. അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വാതുറക്കുള്ളൂ. ആരെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് എവിടെയെങ്കിലും പോയിരിക്കുന്ന ഒരുത്തരാണ്. 2 പേർക്കെതിരെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്, ഒരു വരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ്, അത് ആർജവത്തോടുകൂടി പറഞ്ഞിട്ടാണ്. അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആരും നിൽക്കില്ല. ഭാര്യമാർക്ക് ഇപ്പം ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും അത്ര പെട്ടെന്ന് ഭർത്താക്കന്മാർ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഭർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ചേച്ചിമാരെ നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എന്തെങ്കിലും ഒരു ചെറിയ കള്ളത്തരം ഉണ്ടെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശ്രീകുമാറിന്റെ ഭാര്യ വന്ന് നല്ല രീതിയിൽ ഈ ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ തെറ്റില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ ആ ഒരു സ്ത്രീ അങ്ങനെ വന്ന് കൂടെ നിൽക്കുന്നത്? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ബാലുചേട്ടൻ ഈ പറയുന്ന പോലെ ഇത് തെളിയണം. അല്ലാതെ അവരിപ്പം ഇപ്പൊ നമ്മുടെ നിവിൻ പോളിയുടെ കേസ് ഇതിനകത്ത് സംസാരിച്ചു പോകുന്നുണ്ടായിരുന്നു. നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്ന ഉടനെ തന്നെ പുള്ളി അന്ന് വൈകിട്ട് പ്രസ് മീറ്റ് വിളിച്ച് പുള്ളി സംസാരിച്ചു. പക്ഷെ ഇവരുടെ കേസിൽ അങ്ങനെയല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവരെ എല്ലാവരെയും ഇഷ്ടമാണ് ഒരേപോലെ. ഇതിനകത്തുള്ള ഈ ഒരു സീരിയലിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒരേപോലെ ഇഷ്ടമാണ്.
അപ്പൊ അതിനകത്തുണ്ടായിരുന്ന ഒരാൾ വേറൊരാൾക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും അയാൾ അന്ന് വൈകിട്ട് വന്ന് പറഞ്ഞാലും, ഇപ്പം ബാലുചേട്ടൻ അന്ന് വന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് പറയാനും മാർഗ്ഗമില്ല. കാരണം കേസായിട്ട് തന്നെ ആദ്യമേ പോയി. മനസ്സിലായില്ലേ? മറ്റേനകത്ത് അങ്ങനെയല്ല. ഇത് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് മറ്റേനകത്ത് കേസുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല പുള്ളി വന്നിരുന്ന് പറഞ്ഞാൽ. ഇത് കേസായി പോയി, ഇത് കോടതി വഴി തന്നെ തെളിയണം. അങ്ങനെ വരുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ കൂടെ നിൽക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞ് അദ്ദേഹം വന്ന് പറയുന്നു, ചിലപ്പം വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇങ്ങനെ ഒരു സാധനം കേട്ട ഉടനെ തന്നെ പുള്ളിക്ക് എല്ലാവർക്കും ഒരേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലർ തകർന്നു പോകും. കാരണം കൂടെ അത്രയും വർഷം ജോലി ചെയ്ത ഒരാളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് ആരാണെങ്കിലും ഒരേപോലെ എല്ലാവർക്കും എടുക്കാൻ പറ്റണമെന്നില്ല. മനസ്സിലായില്ലേ? ബാക്കി കാണാം. നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ, ഈ വീണ്ടും ഇത് തുടങ്ങുമ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഈഗോ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല തലത്തിൽ. പക്ഷെ അത് ഇമാതിരി ഒരു രീതിയിൽ അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട്, ചെറിയതായിട്ട്. അപ്പോൾ അത് പലരുടെയും പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതാണ് ഇവനകത്താക്കും എന്ന് ഞാൻ പലരും അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളൊരിക്കലും കലാകാരന്മാരല്ലേ, അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഉള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോ സംഗതി അങ്ങനെയാണ്. ബാലുചേട്ടൻ ഓൾറെഡി നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, പല ആളുകളും പറഞ്ഞ്. അതായത് ഈ പരാതി കൊടുത്ത വ്യക്തി പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് അവനെ ഞാൻ അകത്താക്കും. ഈഗോ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ബാലുചേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, സ്ക്രിപ്റ്റിനകത്തുള്ള ആ ഒരു പരിപാടി നടക്കുമ്പോഴത്തേക്ക് നമുക്കത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഓരോ ഫാമിലി, ഓരോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതും എല്ലാ വീട്ടിലും ഇതുപോലെ ആയിരിക്കണമെന്നില്ല, പക്ഷെ വളരെ തമാശ. ഓരോ വീടും ഇങ്ങനെ ആയിരിക്കണം, അതാണ് കറക്റ്റ്. ഓരോ വീടും ഇങ്ങനെ ആയിരിക്കണം, എന്ത് രസമായിരിക്കും എന്നൊക്കെയാണ് ഈ സാധനം കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്, അല്ലേ? നിങ്ങൾ പറയാം. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. അയ്യോ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, എന്ത് രസമായിരുന്നു. അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടും. ഇപ്പം ഇന്നത്തെ കാലത്ത് മിക്ക വീട്ടിലും അടിയും ബഹളവും വഴക്കും ഒക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു വീട്, ഇത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പൊ ആ ഒരു സാധനം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് വൈസ് അല്ല, ഈ ബിജു ചേട്ടൻ തന്നെ നേരിട്ട് പുള്ളിയൊക്കെ സ്ക്രിപ്റ്റിനകത്തൊക്കെ ഇൻവോൾവ് ആവും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അത് ചില സമയത്ത് ചില ആളുകൾക്ക് ഈഗോ പൊട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പുള്ളി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇനിയിപ്പൊ അതുകൊണ്ടൊക്കെയാണോ, ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ആ വ്യക്തിക്ക് ഇദ്ദേഹത്തിനോടും ശ്രീകുമാറിനോടും ഒക്കെ ദേഷ്യം വന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെ മാത്രം കേസ് കൊടുത്താൽ സ്ട്രോങ് ആവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ശ്രീകുമാറിനെയും കൂടെ പിടിച്ചിട്ടത്. കാരണം ഇദ്ദേഹം തന്നെ പറയുന്ന കേട്ടില്ലേ, ശ്രീകുമാർ ആ സെറ്റ് വന്നാൽ വാ പോലും തുറക്കാത്ത ഒരുത്തനെ, ഏതെങ്കിലും ഒരു മൂല പോയി ഇരിക്കുന്നവനാ, അവനെയൊക്കെയാണ് പിടിച്ച് ഇതിനകത്തോടെ ഇട്ടിരിക്കുന്നത്. ബാക്കി നിങ്ങൾ കാണും. എന്തിനാണ് അവിടുത്തെ, ഞാൻ ഈ പറയുന്ന പ്രോഗ്രാം നിന്നിട്ട് വർഷങ്ങളായില്ലേ, ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ എന്താണ് അവിടെ പെരുമാറിയതെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും ചോദിച്ചാൽ അവർ പറയും. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സീരിയലിൽ ഉണ്ടായിരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അല്ലേ, അത് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ വളർന്ന മക്കളെപ്പോലും പലരും പറഞ്ഞത് ഇവരായിരിക്കും അന്തം വിട്ട്. കാരണം എനിക്ക് ഏറ്റവും വിഷമം, എൻ്റെ കൺമുന്നിൽ വളർന്ന കുട്ടികളാണ് അവരൊക്കെ, അവരെ പോലും ആരും വെറുതെ വിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് മാറിയിരിക്കുകയായി അവർ. അതാണ് നമുക്ക് പറയേണ്ടത്, അതാണ് ആ ബുദ്ധി എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളല്ലേ, നമ്മളെ മക്കളെ മീൻസ് അച്ഛാമ്മന്നാണ് വിളിക്കണേ. ആ വിളിച്ച മക്കൾ ഇത്രയും ഒരു സംഭവത്തിൽ ചെന്ന് പെടുമ്പോൾ, അറിയാതെ അവരെ പഴിചാരിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കൊടുത്ത ആള് ആരായിക്കോട്ടെ. സത്യമല്ലേ പുള്ളി ചോദിച്ചത്? ഈ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് അതിലെ എനിക്ക് തോന്നുന്നു ലച്ചുവിനെ വരെ ആളുകൾക്ക് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വരെ സംശയം തോന്നി. ഇനി ആ കൊച്ചിനെ വല്ല സംശയം തോന്നും, അതിൽ നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇപ്പൊ ബിജു ചേട്ടനാണെങ്കിലും പുള്ളിയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ വരെ മകളെ ബ്രൂട്ടലായിട്ട് അങ്ങനത്തെ പല കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സീരിയലിൽ നിങ്ങൾ അച്ഛൻ മകൾ അങ്ങനത്തെ, അല്ലെങ്കിൽ അച്ഛൻ അങ്കിൾ, അങ്ങനെ പല ആളുകൾ, വേറെ ആരും ആയിക്കോട്ടെ, അതിനകത്ത് വേറെ സ്ത്രീകളുണ്ടല്ലോ, അവരാര് പേര് പറഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ആരുടെ പേര് ഇവിടെ ആളുകൾ ചോദിച്ചാലും അതിനകത്ത് തെറ്റില്ല. മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു കാര്യം ആളുകൾ ചോദിക്കുമ്പോൾ, അത് ഈ നാട്ടിലെ അവസ്ഥ കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആരാണോ കേസ് കൊടുത്തത്, ബാലുചേട്ടന്റെ വായിൽ നിന്ന് തന്നെ പറയാതെ, പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ക്യാരക്ടർ വൈസ് ചെറുതായിട്ട് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പൊ ആരാണെങ്കിലും ആ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് പറയേണ്ടതായിരുന്നു. അതായത് അവർ ഞങ്ങളുടെ മക്കളെ അവരല്ല, ഞാനാണ് കൊടുത്തത് എന്നുള്ളൊരു, ഇത്രയും ഒളിഞ്ഞു മറിഞ്ഞും ചെയ്യാമെങ്കിൽ അവർ ധൈര്യപൂർവ്വം എന്ന് പറയണമായിരുന്നു. ധൈര്യപൂർവ്വം അവർ മുന്നോട്ട് വന്ന് അവരുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അവർ വന്ന് പറയണമായിരുന്നു, ഞാനാണ് കൊടുത്തത്, എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നവർ പറയണമായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുകൾ പല കുട്ടികളുടെ അല്ലെങ്കിൽ വേറെ അതിനകത്തുള്ള ആളുകളുടെയും പേര് പറഞ്ഞ് സംശയം ഉയർത്തി മുന്നോട്ട് വരില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ജനങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. ബാലുച്ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ ആ വ്യക്തി, കേസ് കൊടുത്ത വ്യക്തി വേണമായിരുന്നു ഇത് പറയാൻ. അവരുടെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ ആരും ആയിക്കോട്ടെ, അവരങ്ങനെ കണ്ടിരുന്ന പിള്ളേരുടെ പേര് വരെ ഇവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ മുന്നോട്ട് വന്ന് പറയണമായിരുന്നു. പക്ഷെ അവർ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ആളുകൾക്കെല്ലാം അറിയാം അവരാണെന്ന്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്കും അറിയാം, പക്ഷെ നമുക്ക് പേര് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്കും ഒന്ന് പറയായിരുന്നു, അവർ ചെയ്തില്ലത്. ബാക്കി ഈ ബാലിച്ചേട്ടൻ ഇത് ചെയ്യുമോ, എങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ ചേട്ടാ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥയാണ്, പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയാണ്, അത് നല്ല നിയമമാണ്. കാരണം ഇത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്ക് നിരാലംബയായ സ്ത്രീകൾക്ക് സഹായമാകുന്ന നിയമങ്ങൾ അത് വേണം. പക്ഷെ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെന്നുള്ളതാണ്. അത് ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെ അറിയും? ഇപ്പം പറയാൻ പറ്റില്ല. കേസ് തെളിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. കൊടുത്ത ആരാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് കോടതിയിൽ ഒരു വിധിയും വന്നിരുന്നു. ബാലേന്ദ്ര മേനോനെതിരെ ഒരു സംഭവം വന്നപ്പോൾ അത് വന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഇവിടെ അഭിമാനമുണ്ടെന്ന് അവർക്കെതിരെ നല്ല കേസ് കൊടുക്കാമെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട്. സത്യം ഏതും ആയിക്കോട്ടെ. അല്ല, ഈ ഒരു നിയമം നല്ലതല്ലേ? അതെൻ്റെ അമ്മയ്ക്ക് ബാധകമാണ്, എൻ്റെ സഹോദരിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അത് ഈ നിയമം നല്ലതാണ്. പക്ഷേ ഇതിനെ ഈ പറഞ്ഞ തെളിയണം. മിസ്യൂസ് ചെയ്യുന്നവർ ആണെന്ന് തെളിയണം. ഒരു പരിധി വരെ ഈ നിയമം നല്ലതാണ്, ബാലുച്ചേട്ടൻ പറയുന്നതാണ്. കാരണം നമ്മുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവരെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ എക്സ്പോസ് ചെയ്യാതെ ആരാണോ തെറ്റ് ചെയ്തത് എന്ന് ഇവർ പറയുന്നത് അവനെ വെച്ച് അന്വേഷിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇൻ അതർ ഹാൻഡ് വേറൊരു രീതിയിലേക്ക്, വേറൊരു തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആർക്കും ഇവിടെ ആർക്കെതിരെയും ഏതൊരു സ്ത്രീക്കും വെറുതെ ആണെങ്കിലും വന്ന് കംപ്ലൈന്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, വേറെ ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്റെ പേരിൽ ഒന്ന് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുത്ത് എന്റെ പേര് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിലോ ന്യൂസിലോ വലിച്ചഴക്കാം. പക്ഷെ അവരൊരു സൈഡിൽ സേഫ് ആയിട്ടിരിക്കും. അത് ഇതിന്റെ വേറൊരു സൈഡ് ഓഫ് ഒരു നെഗറ്റീവ് സൈഡാണ്. കാരണം ആർക്കും ആരെയും ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനെ എന്തും പറയാം, അവനെ നശിപ്പിക്കാം. മനസ്സിലായില്ലേ? അവനെ നാട്ടുകാരുടെ മുമ്പിലും TV-യിലൂടെ ഒക്കെ അവനെ ഇട്ട് നാറ്റിക്കാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ തെറ്റ് തന്നെയാണ്. നമ്മുടെ നിയമത്തിലെ ഒരു പോരായ്മയും കൂടെയാണത്. എത്രയൊക്കെ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാലും ഒരു പോരായ്മ തന്നെയാണ്. അതിന് മാറ്റം വരേണ്ട സമയമായി. മനസ്സിലായില്ലേ? അതിന് മാറ്റം വരണം. അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടുപേരുടെയും പേര് പുറത്തു വിടാവൂ എന്നുള്ളൊരു സാധനം വരണം. അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ കേസുകൾ വരുമ്പം ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുറത്ത് പേര് വിടേണ്ട ഒരു അവസ്ഥയിലേക്കുള്ള എന്തെങ്കിലും തെളിവുകൾ അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പേരുകൾ പുറത്ത് വിടുക. അല്ലാതെ ചുമ്മാ കയറി ഇടുമ്പോഴത്തേക്ക് ഇപ്പൊ ബാലുച്ചേട്ടനൊക്കെ ഇതിനകത്ത് വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാം വെക്കാത്തതാ. പുള്ളിയുടെ മോളൊക്കെ പഠിക്കുന്നതാ കോളേജിലൊക്കെ. ആ കുട്ടിയുടെയൊക്കെ അവസ്ഥയോ, ഈ ബാലുച്ചേട്ടന്റെ ഭാര്യയുടെ അവസ്ഥയോ, കുടുംബക്കാരുടെ ഫ്രണ്ടിൽ അവരെങ്ങനെ നോക്കും? ആദ്യത്തെ കുറച്ച് ദിവസമെങ്കിലും പുള്ളിയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതെ പുള്ളിയൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ട്. കാരണം അതൊരു വല്ലാത്തൊരു ഫീലല്ലേ. ബാക്കി എൻ്റെ നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാ, നിനക്ക് FIR ഉണ്ട്, അറസ്റ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനു വേണ്ടി അന്ന് കുറച്ച് കോടതി ഒഴിവൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയില്ല. കാരണം അറിയില്ല, എനിക്കിത് കേട്ടിട്ട് എന്താണ് പിന്നെയാണ് ഈ അറിയുന്നത്. അയ്യോ ഇതൊക്കെയാണോ സംഭവം. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്കൊക്കെ കൊടുക്കാം. കേസ് കേട്ടൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഇരിക്കാം. ആ കേസ് കൊടുത്ത ആക്കിട്ട് പ്രിയപ്പെട്ട ചേച്ചിക്കിട്ട് നല്ലൊരു താങ്ങതേ അവസാനം ചേട്ടൻ തരുന്നത് കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ നിർത്തുന്നത്. നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് കേസൊക്കെ കൊടുത്ത് നല്ല പരിചയം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് സ്വന്തം ആ ഒരു സീരിയലിൽ ഉണ്ടായിരുന്ന അത്രയ്ക്കും ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേര് വരെ പറഞ്ഞിട്ട് പോലും നിങ്ങൾ മുന്നോട്ട് വന്നില്ല, ഒരു അക്ഷരം സംസാരിച്ചില്ല. വളരെ നല്ല കാര്യം. കോടതിയിലാണല്ലോ, തെളിയട്ടെ. തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്ന പോലെ, ബാലുച്ചേട്ടൻ പറയുന്നത് പോലെ ആ മൊബൈലിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന് ഇവിടെ ആളുകൾ മനസ്സിലാക്കും. ആ സമയത്ത് അപ്പം നിങ്ങൾക്ക് നല്ല ചെളിയേറ് കിട്ടും, നല്ല ചെളി വാരിയേറ്. അപ്പൊ പിന്നെ വന്നിട്ട് വെളുപ്പിക്കാൻ നിൽക്കരുത്, ആൾക്കാർ കേൾക്കുകയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.